കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് പല കോലാഹലങ്ങളിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. എല്ലാ ദിവസവും എന്തെങ്കിലും പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടാവുകയും അത് കാരണം മാർക്കറ്റ് പേടി ആർത്തി ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ കിടന്നിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സിലിക്കൺ വാലി ബാങ്ക് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, യുഎസിലെ എംപ്ലോയ്മെന്റ് നമ്പേഴ്സ്, CPI ഡാറ്റ, മിസ്റ്റർ പവൽ, ഇതൊക്കെ കാരണം മാർക്കറ്റിന്റെ ഇമോഷണൽ സ്റ്റേറ്റ് ഭയങ്കര ഹൈപ്പർ ലെവലിലാണ് നിൽക്കുന്നത്. എന്ത് കാര്യത്തിനും മാർക്കറ്റ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത്തരം സെന്റിമെന്റ്സ് ആണ് പലപ്പോഴും ആളുകളെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എടുക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യവും. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിന്റെ കോണ്ടെക്സ്റ്റിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എടുത്ത് നോക്കുമ്പോൾ 2022 നിന്നും വിപരീതമായിട്ട് 2023 FIIs ഹെവി ബൈയിങ് നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഇന്ത്യൻ മാർക്കറ്റുകൾ ഇതുവരെയും എത്തിപ്പെടാത്ത ഉയരങ്ങളിലേക്ക് എത്തുമെന്നുമാണ് പ്രതീക്ഷ. പക്ഷേ ഈ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് റിയാലിറ്റി. 2023 ആദ്യ 2 മാസങ്ങളിൽ തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 5,25,500 കോടി രൂപ സെൽ ചെയ്ത് കഴിഞ്ഞു. ഈ സെല്ലിംഗ് പ്രഷർ ഫെബ്രുവരിയിൽ ചെറുതായിട്ടൊന്ന് കുറഞ്ഞു. അങ്ങനെ മാർച്ചിൽ ആദ്യത്തെ കുറച്ച് ട്രേഡിംഗ് സെഷനുകളിൽ ഇവർ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. പക്ഷേ വീണ്ടും മാർച്ച് 10 മുതൽ SVBയുടെ തകർച്ചയോടെ FIIs പെട്ടെന്ന് അവരുടെ സെല്ലിംഗ് ഇന്റൻസിറ്റി കൂട്ടിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. രസകരമായിട്ടുള്ള ഒരു കാര്യമുള്ളത്, വാല്യുവേഷൻ കംഫർട്ട്, അതുപോലെ താരതമ്യേന ഉയർന്ന ഏർണിംഗ്സ് ഗ്രോത്ത് എന്നിവ കാരണം മറ്റു എമേർജിംഗ് മാർക്കറ്റ് എക്കണോമീസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ന് ഇന്ത്യ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് ഒരു അട്രാക്റ്റീവ് ഡെസ്റ്റിനേഷൻ ആണ്. മാത്രമല്ല കഴിഞ്ഞ 3 ക്വാർട്ടറുകളിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് സ്മോൾ ക്യാപ്പുകളിലും അത് കഴിഞ്ഞ് മിഡ് ക്യാപ്പുകളിലും അവരുടെ പൊസിഷൻസ് വർദ്ധിപ്പിച്ചു വരികയാണ് എന്നതും നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. 2022 ഏപ്രിൽ മുതൽ ഇതുവരെ ഇവർ 1,51,072 കോടി സ്മോൾ ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകളിലും 1,46,032 കോടി മിഡ് ക്യാപ്പുകളിലും 6,392 കോടി ലാർജ് ക്യാപ്പിലും ഇൻവെസ്റ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ സ്മോൾ ക്യാപ്പുകൾക്കാണ് ഇവരുടെ ആനുകൂല്യം കൂടുതലായിട്ടും ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് പറയാം. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഇത്തരത്തിലുള്ള 2 സ്മോൾ ക്യാപ്പ് കമ്പനികളെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്വാർട്ടറിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അഥവാ FIIs അവരുടെ മാക്സിമം സ്റ്റേക്ക് വർദ്ധിപ്പിച്ച 2 സ്മോൾ ക്യാപ്പ് കമ്പനികൾ. ഇനി പറയുന്ന കാര്യങ്ങൾ മീറ്റ് ചെയ്യുന്ന കമ്പനികളെയാണ് നമ്മൾ ഈ വീഡിയോക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. മാർക്കറ്റ് ക്യാപ്പ് ഈസ് 5,000 crore rupees, റിട്ടേൺ ഓൺ ഇക്വിറ്റി മോർ ദാൻ 15%, സെയിൽസ് CAGR മോർ ദാൻ 10% ഇൻ ദ ലാസ്റ്റ് 5 years ആൻഡ് ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ ലെസ് ദാൻ 1. ഇതൊക്കെ വെച്ച് നമ്മൾ കണ്ടെത്തിയ കമ്പനികളിൽ FIIs കഴിഞ്ഞ ക്വാർട്ടറിൽ ഏറ്റവും കൂടുതൽ സ്റ്റേക്ക് വർദ്ധിപ്പിച്ച കമ്പനികളെ തിരഞ്ഞെടുത്താണ് നമ്മൾ ഈ 2 കമ്പനികളിൽ എത്തിച്ചേർന്നത്. പിന്നെ 2023 മാർച്ച് 10 പ്രൈസസ് ആണ് നമ്മൾ ഈ വീഡിയോക്ക് വേണ്ടിയിട്ട് പരിഗണിച്ചിട്ടുള്ളത്. വെൽക്കം ടു ഗ്രോ മലയാളം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുൻപ് നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഓർമ്മിപ്പിക്കുകയാണ്. ഇൻവെസ്റ്റ്മെന്റ്, സ്റ്റോക്ക് മാർക്കറ്റ്, പേഴ്സണൽ ഫിനാൻസ് ഇതൊക്കെയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ക്വാളിറ്റിയുള്ള വീഡിയോസ് നമ്മൾ ഓരോ ദിവസവും ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേയ്സ് വീഡിയോ. ഇന്നത്തെ ആദ്യത്തെ കമ്പനി ഫാർമ സെക്ടറിൽ 30 വർഷത്തോളമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. ജനറിക് ഫാർമസ്യൂട്ടിക്കൽ ഫോർമുലേഷൻസ് എടുക്കുമ്പോൾ അതിലെ വലിയ പേരുകളിൽ ഒന്ന് തന്നെയാണ് ഈ കമ്പനി. അതിന് പുറമെ കമ്പനിയുടെ പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോ വളരെ ഡൈവേഴ്സ് ആണ്. ഒരുപാട് തെറാപ്യൂട്ടിക് സെഗ്മെന്റുകൾ ഇവർക്കുണ്ട്. നമ്മൾ സംസാരിക്കുന്നത് മാർക്സൻസ് ഫാർമ ലിമിറ്റഡിനെ കുറിച്ചാണ്. നമുക്കപ്പോൾ ഈ കമ്പനിയുടെ ബിസിനസിനെ കുറിച്ചും ഇവരുടെ കയ്യിലുള്ള ഫോർമുലേഷൻസിനെ കുറിച്ചും ഇവർ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന തെറാപ്യൂട്ടിക് സെഗ്മെന്റുകളെ കുറിച്ചും ഒക്കെ ഒന്ന് വിശദമായിട്ട് നോക്കാം. എന്താണ് ഈ ഫാർമസ്യൂട്ടിക്കൽ ഫോർമുലേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രോസസ്സാണ്. ഒരു മെഡിസിൻ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ആക്റ്റീവ് ഡ്രഗ് അഥവാ ആ മരുന്നിന്റെ മെയിൻ കമ്പോണന്റ് ആവശ്യത്തിനുള്ള അനുപാതത്തിൽ മറ്റു കമ്പോണന്റുകളുമായിട്ട് മിക്സ് ചെയ്ത് ഫൈനൽ മെഡിസിൻ ഉണ്ടാക്കുന്ന പ്രോസസ്. ഈ കമ്പനിയുടെ MDയും CEOയുമായ മാർക്ക് സാൽദന ഗ്ലെൻ മാർക്ക് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡിന്റെ മുഴുവൻ സമയ ഡയറക്ടർ ആയിരുന്നു ഇതിനു മുൻപ്. അദ്ദേഹം തന്നെയാണ് മാർക്സൻസ് ഫാർമയുടെ സ്ഥാപകനും പ്രൊമോട്ടറും. ഇന്ന് ടാബ്ലറ്റ് രൂപത്തിൽ ഈ കമ്പനിയുടെ കയ്യിൽ 300-ലധികം പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ്. അതിന് പുറമെ കമ്പനിയുടെ പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോയിൽ ഹാർഡ് ആൻഡ് സോഫ്റ്റ് ജെലാറ്റിൻ ക്യാപ്സ്യൂൾസ്, ഓറൽ ലിക്വിഡ്സ് ആൻഡ് ഓയിൽമെന്റ്സ് എന്നിവയും ഉണ്ട്. കമ്പനിക്ക് അവരുടെ പ്രൊഡക്റ്റ് പൈപ്പ് ലൈനിൽ 76 പുതിയ പ്രൊഡക്റ്റുകളും ഉണ്ട്. ഈ കമ്പനിയുടെ പോർട്ട്ഫോളിയോ 10ലധികം തെറാപ്യൂട്ടിക് സെഗ്മെന്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ OTC ഓവർ ദി കൗണ്ടർ ഡ്രഗ്സ്, പെയിൻ മാനേജ്മെന്റ്, കഫ് ആൻഡ് കോൾഡ്, ഗാസ്ട്രോ ഇൻഡസ്റ്റൈനൽ, വൈറ്റമിൻസ് ആൻഡ് സപ്ലിമെന്റ്സ് ആൻഡ് അലർജിക് ഡ്രഗ്സ്, ഓൾസോ പ്രിസ്ക്രിപ്ഷൻ ബേസ്ഡ് ഡ്രഗ്സ് റിലേറ്റഡ് ടു കാർഡിയോവാസ്കുലർ സിസ്റ്റം, സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് ആന്റി ഡയബറ്റിക് ഡ്രഗ്സ് എന്നിവയൊക്കെ ഉൾപ്പെടുന്നു. OTC ഡ്രഗ്സ് അല്ലെങ്കിൽ ഓവർ ദി കൗണ്ടർ ഡ്രഗ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ ഉപയോഗിക്കാവുന്ന മരുന്നുകളാണ്. പാരസെറ്റമോൾ ഒരു എക്സാമ്പിൾ ആണ്. ഇതുപോലെ തന്നെ പർച്ചേസ് ചെയ്യാൻ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ആവശ്യമായിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ ബേസ്ഡ് ഡ്രഗുകളും ഉണ്ട്. കമ്പനിക്ക് 3 മാനുഫാക്ചറിംഗ് പ്ലാന്റുകൾ ഉണ്ട്, ഗോവ, US, UK എന്നിവിടങ്ങളിൽ. അതിന് പുറമെ 4 റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്ററുകളും ഉണ്ട് ഇൻ ഗോവ, നവി മുംബൈ, UK ആൻഡ് USA. 50ലധികം രാജ്യങ്ങളിലായിട്ട് ഈ കമ്പനികൾക്ക് 1400-ലധികം എംപ്ലോയീസ് ഉണ്ട്. US, UK, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് തുടങ്ങിയ റെഗുലേറ്റഡ് മാർക്കറ്റുകളിൽ നിന്നുമാണ് ഇവരുടെ റവന്യൂവിന്റെ 9 മുതൽ 6% വരുന്നത്. കമ്പനിയുടെ റവന്യൂ ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ US മാർക്കറ്റിൽ നിന്നാണ് കമ്പനിയുടെ റവന്യൂവിന്റെ 42.5% വരുന്നത്.
വരുന്നത്. USA-യിൽ ടൈം ക്യാപ് ലാബ്സിലൂടെ കമ്പനി അതിന്റെ സാന്നിധ്യം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇത് 37 വർഷമായിട്ടുള്ള ഒരു കമ്പനിയാണ്. പിന്നെ കമ്പനിയുടെ റവന്യൂയുടെ 41% വരുന്നത് UK ആൻഡ് യൂറോപ്പിൽ നിന്നാണ്. ഇവിടെ കമ്പനി അതിന്റെ 2 സബ്സിഡിയറികളിലായിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, റെലോൺ കെം ആൻഡ് ബെൽസ് ഹെൽത്ത് കെയർ. ബെൽസ് ഹെൽത്ത് കെയർ ഇന്ന് UK-യിലെ ഏറ്റവും വലിയ കഫ് ലിക്വിഡ്സ് മാനുഫാക്ചറേഴ്സ് ആണ്. പിന്നെ ഫൈനലി കമ്പനിയുടെ റവന്യൂന്റെ ഏതാണ്ട് 10% വരുന്നത് ഓസ്ട്രേലിയയിൽ നിന്നും ന്യൂസിലൻഡിൽ നിന്നുമാണ്. ഇവിടങ്ങളിൽ കമ്പനിയുടെ പ്രസൻസ് ഉള്ളത് നോവ ഫാർമസ്യൂട്ടിക്കൽസ് എന്ന സബ്സിഡിയറിയിലൂടെയാണ്. വൂൾസ്വർത്ത് ലിമിറ്റഡ്, കോൾസ് മെയർ ലിമിറ്റഡ്, അൽദി, മെറ്റ്കാഷ് തുടങ്ങിയ ഓസ്ട്രേലിയയിലെ മുൻനിര പ്ലെയേഴ്സിന്റെ ലീഡിംഗ് സപ്ലയർ ആണ് നോവ. കമ്പനിയുടെ OTC അതുപോലെ പ്രിസ്ക്രിപ്ഷൻ ബേസ്ഡ് ഡ്രഗ്സ് എന്നിവയുടെ റവന്യൂ സ്പ്ലിറ്റ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് കഴിഞ്ഞ 5 വർഷത്തിൽ OTC സെഗ്മെന്റിൽ നിന്നുള്ള റവന്യൂ തുടർച്ചയായിട്ട് വർദ്ധിച്ചു വരികയാണ് എന്നാണ്. ഈ അടുത്ത് കമ്പനിക്ക് അതിന്റെ ഫെമോട്ടിഡിൻ എന്ന ടാബ്ലറ്റിന് US FDA-യുടെ അനുമതി കിട്ടുകയുണ്ടായി. ഈ മെഡിസിനും അങ്ങനെ കമ്പനിയുടെ OTC സെഗ്മെന്റ് പോർട്ട്ഫോളിയോയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്നതാണ്. തെറാപ്യൂട്ടിക് സെഗ്മെന്റിലെ റവന്യൂ സ്പ്ലിറ്റ് പരിശോധിക്കുമ്പോൾ പെയിൻ മാനേജ്മെന്റിൽ നിന്നുള്ള റവന്യൂ തുടർച്ചയായിട്ട് കൂടിയിരിക്കുന്നത് കാണാൻ പറ്റും. കമ്പനി വരും കാലങ്ങളിൽ ഓവറോൾ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനും പ്ലാൻ ചെയ്യുന്നുണ്ട്. 8 ബില്യൺ യൂണിറ്റുകളുടെ കപ്പാസിറ്റി അഡീഷൻ ആണ് കമ്പനി ലക്ഷ്യം വെക്കുന്നത്. ഒക്ടോബർ 2022-ൽ തന്നെ കമ്പനി ടെവാഫ മാനുഫാക്ചറിംഗ് പ്ലാന്റ് വാങ്ങിക്കുകയുണ്ടായി. ഇത് കമ്പനിയുടെ ഓവറോൾ മാനുഫാക്ചറിംഗ് കാപ്പബിലിറ്റീസ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. കൂടാതെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലുള്ള കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റ് വരും വർഷങ്ങളിൽ 4 മുതൽ 5% വരെ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. കമ്പനിയുടെ സ്ട്രോങ് പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ, വിസിബിൾ പ്രൊഡക്റ്റ് പൈപ്പ്ലൈൻ എന്നിവയുടെ ഒരു സൂചനയാണ് ഇത്. കമ്പനിയുടെ റവന്യൂ എടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷം കമ്പനിയുടെ റവന്യൂ 14% CAGR എന്ന നിരക്കിൽ വളർന്നിട്ടുണ്ട്. കമ്പനിയുടെ മാർജിൻസ് മെച്ചപ്പെട്ടത് കൊണ്ട് ഉണ്ടായ പ്രോഫിറ്റബിലിറ്റിയുടെ വളർച്ച എന്ന് പറയുന്നത് ഇതേ കാലയളവിൽ 84% CAGR ആണ്. ഈ പെട്ടെന്നുള്ള വളർച്ചയ്ക്ക് പിന്നിലുള്ള കാരണം ഫിനാൻഷ്യൽ ഇയർ 2021-ൽ പെട്ടെന്നുണ്ടായ 56.8% എന്ന സൂപ്പർ നോർമൽ മാർജിൻ ആയിരിക്കാം. ഇനി ഷെയർ ഹോൾഡിങ്ങിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കഴിഞ്ഞ ക്വാർട്ടറിൽ FIIs ഈ കമ്പനിയിൽ ഹോൾഡ് ചെയ്തിരുന്നത് 14.82% സ്റ്റേക്കാണ്. ഫിനാൻഷ്യൽ ഇയർ 2023-ന്റെ ക്വാർട്ടർ 2-ലെ 10.88% എന്നതിൽ നിന്നും ഒരു ഉയർച്ചയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് കുത്തനെയുള്ള ഈ ഒരു വർധനവ് ഉണ്ടായത് എന്ന് നമുക്ക് തോന്നും. അതിന്റെ കാരണം കമ്പനി ഈ അടുത്ത് ഇക്വിറ്റിയിലൂടെ 372.4 കോടി രൂപ റൈസ് ചെയ്തിരുന്നു. ഈ പണം കമ്പനി സ്വരൂപിച്ചത് ഓർബി മെഡിനും പ്രൊമോട്ടർക്കും കൊടുത്തിരുന്ന വാറന്റുകൾ കൺവേർട്ട് ചെയ്തുകൊണ്ടാണ്. ഗ്ലെൻമാർക്ക് ഫാർമ പോലെയുള്ള മറ്റു പ്ലെയേഴ്സുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഈ കമ്പനിയുടെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ വളരെ മികച്ചതാണ്. റിട്ടേൺ ഓൺ ഇക്വിറ്റിയും ബെറ്റർ ആണ്. അതുപോലെ തന്നെ സെയിൽസ് ഗ്രോത്ത് റിട്ടേൺസ് എന്നിവയുടെ കാര്യത്തിലും മാർക്ക് സെൻസ് അതിന്റെ ഏറ്റവും അടുത്ത കോമ്പറ്റീറ്റർ ആയ ഗ്ലെൻമാർക്ക് ഫാർമയുടേതിനേക്കാൾ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ കമ്പനിയിലേക്ക് കടക്കാം. ഈ കമ്പനി തുടങ്ങിയത് 1978-ലാണ് ബൈ വിജയ് കുമാർ അറോറ. അമൃത്സറിലെ ഒരു ഗ്രാമത്തിലെ ഒരു ചെറിയ അരി മില്ലിൽ നിന്നുമാണ് ഈ കമ്പനിയുടെ തുടക്കം. ഈ കമ്പനി ഇന്ന് അരി, മറ്റു സ്പെഷ്യാലിറ്റി ഫുഡ്സ് എന്നിവയുടെ ഇന്ത്യയിലെ ലീഡിംഗ് പ്രൊഡ്യൂസർ ആൻഡ് പ്രൊസസർ ആണ്. നമ്മൾ സംസാരിക്കുന്നത് LT ഫുഡ്സിനെ കുറിച്ചാണ്. കമ്പനി പ്രധാനമായും ഏർപ്പെട്ടിരിക്കുന്നത് ബ്രാൻഡഡ് ആൻഡ് നോൺ ബ്രാൻഡഡ് ബസ്മതി അരിയുടെ മില്ലിംഗ്, പ്രോസസ്സിംഗ്, മാർക്കറ്റിംഗ് എന്നിവയിലാണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ റൈസ് മില്ലിംഗ് എന്ന് പറയുന്നത് ഒരു ക്ലീനിങ് പ്രോസസ്സാണ്. ഇതിന്റെ പ്രധാന ഉദ്ദേശം അഴുക്കൊക്കെ കളയുക എന്നുള്ളതാണ്. ദാവത്ത് ബസ്മതി എന്ന പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇത് LT ഫുഡ്സിന്റെ ഫ്ലാഗ്ഷിപ്പ് ബ്രാൻഡാണ്. ഇതിന് പുറമെ റോയൽ, ഹെറിറ്റേജ്, ദേവായ, എക്കോ ലൈഫ്, 817 എലിഫന്റ് തുടങ്ങിയ ബ്രാൻഡുകളും ഈ കമ്പനിക്കുണ്ട്. റൈസ് പ്രൊഡക്ഷൻ ആൻഡ് പ്രോസസിംഗിന്റെ കൂടെ റൈസ് ആൻഡ് റൈസ് ഫുഡ് പ്രൊഡക്ട്സ് എന്നിവയുടെ വാല്യൂ എഡിഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള റിസർച്ചിലും ഈ കമ്പനി ഏർപ്പെട്ടിരിക്കുന്നു. ഈ കമ്പനിയുടെ ഒരു സബ്സിഡിയറി ആയിട്ടുള്ള നേച്ചർ ബയോ ഫുഡ്സ് ലിമിറ്റഡ് ആണ് കമ്പനിയുടെ ഇൻഗ്രീഡിയന്റ് ബേസ്ഡ് ഓർഗാനിക് ഫുഡ് സെഗ്മെന്റ് നടത്തിക്കൊണ്ടു പോകുന്നത്. കമ്പനിയുടെ പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോയിൽ റൈസ്, പൾസസ്, സ്പൈസസ്, ഹെർബ്സ്, നട്ട്സ് തുടങ്ങിയവയും ഉണ്ട്. രാജ്യത്തിനകത്തു നിന്നും വിദേശത്തു നിന്നുമായിട്ട് സർട്ടിഫൈഡ് ഓർഗാനിക് ഫാമുകളിൽ നിന്നുമാണ് കമ്പനി ഇതെല്ലാം കൊണ്ടുവരുന്നത്. ഈ ഹൈ ക്വാളിറ്റി ഓർഗാനിക് ഇൻഗ്രീഡിയൻസ് പല ഫുഡ് നിർമ്മാതാക്കൾക്കും പ്രൊസസേഴ്സിനും കമ്പനി വിൽക്കുന്നു. സിറിയൽസ്, സ്നാക്സ് ആൻഡ് ബെവറേജസ് തുടങ്ങിയ ഓർഗാനിക് ഫുഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കും. ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് പറയാം. ഈ സബ്സിഡിയറിയാണ് ഇന്ത്യയുടെ ടോട്ടൽ ഓർഗാനിക് ഫുഡ് എക്സ്പോർട്ട് വോളിയത്തിന്റെ 10% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. 79% എന്ന നിരക്കിൽ ബസ്മതിയും മറ്റു സ്പെഷ്യാലിറ്റി റൈസ് ബ്രാൻഡുകളുമാണ് കമ്പനിയുടെ റവന്യൂ സ്ട്രീമിൽ മുന്നിട്ട് നിൽക്കുന്നത്. അതിനുശേഷം വരുന്നത് ഓർഗാനിക് ബിസിനസ് ആണ്. ജിയോഗ്രഫിക്കലി റവന്യൂ സ്പ്ലിറ്റ് നോക്കിക്കഴിഞ്ഞാൽ LT ഫുഡ്സിന്റെ ബിസിനസ്സിലെ ഭൂരിഭാഗവും വരുന്നത് USA-യിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമാണ്. പക്ഷേ ഓവറോൾ നോക്കുമ്പോൾ യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, ഫാർ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ നിന്നും ബിസിനസ് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇത് ഇവർക്കൊരു സ്ട്രോങ് ജോഗ്രഫിക് ഡൈവേഴ്സിഫിക്കേഷൻ നൽകുന്ന കാര്യമാണ്. കമ്പനിക്ക് 6 മാനുഫാക്ചറിംഗ് ആൻഡ് പ്രോസസിംഗ് ഫെസിലിറ്റീസ് ഉണ്ട് ഇന്ത്യയിൽ. 3 പാക്കേജിംഗ് യൂണിറ്റുകൾ US-ലുണ്ട്. ഒരു മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി യൂറോപ്പിലും ഉണ്ട്. ഇന്ത്യയിൽ ഇവരുടെ ഫ്ലാഗ്ഷിപ്പ് ബ്രാൻഡ് ആയിട്ടുള്ള ദാവത്തിന് 25% മാർക്കറ്റ് ഷെയർ ആണ് ഉള്ളത്. US-ൽ ഇവരുടെ മറ്റൊരു ഫ്ലാഗ്ഷിപ്പ് ബ്രാൻഡ് ആയിട്ടുള്ള റോയലെ ആണ് മുന്നിട്ട് നിൽക്കുന്നത് വിത്ത് 50% മാർക്കറ്റ് ഷെയർ. ഈ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിന്റെ റൈസ് ഇൻഡസ്ട്രി
ഇൻഡസ്ട്രിയിലുള്ള 50 വർഷത്തെ എക്സ്പീരിയൻസ് അവർക്ക് വളരെ വലിയ മുൻതൂക്കം ഈ ഫീൽഡ് നൽകുന്നുണ്ട്. ബസ്മതി റൈസ് ഇൻഡസ്ട്രിയിൽ ആദ്യ 2 സ്ഥാനങ്ങളിൽ ഒന്നായിട്ട് ഇവരെ നിലനിർത്തുന്നതിന് ഇത് വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഫിനാൻഷ്യൽ ഇയർ 2022 ഈ കമ്പനിയുടെ ടേൺ ഓവർ 5427 കോടി രൂപയായിരുന്നു. 2023 ആദ്യ 3 ക്വാർട്ടറുകളായപ്പോൾ തന്നെ ഈ നമ്പർ 5114 കോടി ആയിരിക്കുകയുമാണ്. കൂടുതൽ ഉയർന്ന പ്രൈസ് റിയലൈസേഷൻ, അതുപോലെ വർദ്ധിച്ച വോളിയം ഗ്രോത്ത് എന്നിവയാണ് ഈ പെർഫോമൻസിന് പിന്നിലുള്ള കാരണങ്ങൾ. ജനറൽ ട്രേഡ്, മോഡേൺ ട്രേഡ്, ഹോട്ടൽ, റെസ്റ്റോറന്റ്, കഫേ ആൻഡ് ഇ കൊമേഴ്സ് എന്നിങ്ങനെ എല്ലാ ചാനലുകളിലും LT ഫുഡ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇവരുടെ സ്ട്രോങ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. ഇവർക്ക് ഇന്ത്യയിൽ 1200-ലധികം വിതരണക്കാരും 1,50,000-ൽ കൂടുതൽ റീറ്റെയിൽ ഔട്ട്ലെറ്റുകളും ഉണ്ട്. കൂടാതെ ഇന്റർനാഷണൽ പ്രസൻസ് ശക്തിപ്പെടുത്താൻ 100-ലധികം ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ സഹായവുമുണ്ട്. പക്ഷേ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബസ്മതി റൈസ് ബിസിനസ് എന്ന് പറയുന്നത് വളരെയധികം ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ടുള്ള ഒന്നാണ്. അതായത് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാനും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാനും കമ്പനിക്ക് വളരെ വലിയ മുതൽ മുടക്ക് ആവശ്യമാണ്. സാധാരണയായി 3-ാമത്തെ ക്വാർട്ടറിലാണ് കർഷകർ ബിസിനസ് ചെയ്യുന്നത്. ഈ ബിസിനസ് ഉയർന്ന വിലയിൽ നിലനിർത്താനും വർഷം മുഴുവൻ ആവശ്യത്തിനുള്ള സപ്ലൈ ഉറപ്പുവരുത്താനും അരി സ്റ്റോക്ക് ചെയ്തു വെക്കണം. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ഇൻവെന്ററി ഡേയ്സ് വളരെ ഉയർന്നതാണ്. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഓപ്പറേഷൻസിൽ നിന്നുമുള്ള ക്യാഷ് ഫ്ലോ ഇവരുടെ ഏർണിംഗ്സിന്റെ ക്വാളിറ്റിയിൽ നിന്നും മനസ്സിലാക്കാം. ഇതിനോടൊപ്പം നെല്ലിന്റെ വില, ഈ നെല്ലാണ് അരി ഉൽപ്പാദിപ്പിക്കാനുള്ള പ്രധാന റോ മെറ്റീരിയൽ. അപ്പോൾ ഇതിന്റെ വില സാധാരണ വളരെയധികം വോളറ്റൈൽ ആയിട്ടാണ് ഉണ്ടാകാറുള്ളത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ എന്നിട്ടും കഴിഞ്ഞ 10 വർഷങ്ങളിലായിട്ട് LT ഫുഡ്സിന്റെ പ്രോഫിറ്റ് 26% CAGR എന്ന നിരക്കിൽ വളർന്നിട്ടുണ്ട്. അപ്പോൾ കമ്പനിയുടെ ബിസിനസ് സ്ട്രോങ് ആണ് എന്ന് പറയാം. കൂടാതെ കഴിഞ്ഞ ക്വാർട്ടറിൽ അതിന്റെ എക്കാലത്തെയും ഉയർന്ന റവന്യൂവും പ്രോഫിറ്റ് നമ്പേഴ്സും കമ്പനി കാണിക്കുകയും ചെയ്തു. വല്ലാതെയല്ല ഈ കമ്പനി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയത്. കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് എടുത്തു നോക്കുമ്പോൾ FIIs ഹോൾഡ് ചെയ്യുന്നത് 13.11% സ്റ്റേക്കാണ്. മുൻപത്തെ ക്വാർട്ടറിൽ നിന്നും 7.89% വളർച്ച. ഈ സ്റ്റേക്ക് എടുത്തിട്ടുള്ളത് സൗദി അറേബ്യയിലെ സാലിക് ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയാണ്. ഈ ഇൻവെസ്റ്റ്മെന്റ് ഒന്ന് ആഴത്തിൽ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഈ ഡീൽ ശരിക്കും കഴിഞ്ഞ വർഷം നവംബറിൽ അപ്രൂവ് ചെയ്തിരുന്നു എന്ന്. 3 ആഴ്ചകൾക്ക് മുൻപ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ CCI ഇത് അപ്രൂവ് ചെയ്തു. ഈ ഡീൽ പ്രകാരം സാലിക് 1.33% സ്റ്റേക്ക് കൂടി എടുത്തുകൊണ്ട് അവരുടെ ടോട്ടൽ ഹോൾഡിംഗ് 9.22% പക്ഷേ ഭൂരിഭാഗം ഷെയർ ഹോൾഡിംഗ് പ്രൊമോട്ടേഴ്സിന്റെ കയ്യിൽ തന്നെയാണുള്ളത്, 51%. ഇനി നമുക്ക് ഈ കമ്പനിയുടെയും അതിന്റെ കോമ്പറ്റീറ്റേഴ്സിന്റെയും പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നോക്കാം. കഴിഞ്ഞ 5 വർഷത്തിലായിട്ട് LT ഫുഡ്സിന്റെ ടോപ്പ് ലൈൻ 10.8% CAGR എന്ന നിരക്കിൽ വളർന്നിട്ടുണ്ട്. ഇതിന്റെ കോമ്പറ്റീറ്ററായ KRBL ലിമിറ്റഡിന്റേത് 6.01% മാത്രമാണ്. LT ഫുഡ്സിന്റെ റിട്ടേൺ ഓൺ ഇക്വിറ്റി 15.6%. ഇത് ഇവരോടൊപ്പം മത്സരിക്കുന്ന മറ്റു കമ്പനികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ബെറ്റർ ആണ്. KRBL ലിമിറ്റഡിനേക്കാൾ വളരെ കൂടുതലുമാണ് ഇത്. അവരുടേത് 1-ൽ കുറവാണ്. അപ്പോൾ ഈ കമ്പനികളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടോ? ഉണ്ടെങ്കിൽ എത്ര % റിട്ടേൺസ് ആണ് നിങ്ങൾക്ക് ഈ കമ്പനി നൽകിയിട്ടുള്ളത് എന്ന് കമന്റ് ചെയ്യൂ. പ്രത്യേകം പറയാനുള്ളത്, നമ്മുടെ ഈ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. നമ്മൾ യാതൊരു വിധത്തിലുള്ള ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ നൽകുന്നില്ല. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.